എം.എൽ.എമാരായ യു പ്രതിഭയും എം.എസ്. അരുൺകുമാറും ഉൾപ്പെടെ 4 പുതുമുഖങ്ങൾ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ. ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരും. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഫേസ്ബുക്കിലൂടെ പരസ്യ വിമർശനവുമായി എത്തി. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനൊപ്പം പ്രതിഷേധങ്ങളുണ്ട്, വിഭാഗീയതയിൽ നടപടിയുണ്ട്. ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ആർ നാസർ 2018 മുതൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. ഇത് 3ാമത്തെ ടേമാണ് അദ്ദേഹത്തിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ തുടരുന്നത്. ഒപ്പം തന്നെ 4 പുതുമുഖങ്ങൾ കൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്കുണ്ട്. അതിൽ 2 MLA-മാരുണ്ട്. യു പ്രതിഭയും മാവേലിക്കര MLA എം.എസ്. അരുൺകുമാറും ഒപ്പം തന്നെ മറ്റ് 2 ഏരിയ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 15 ഏരിയ സെക്രട്ടറിമാരിൽ 4 ഏരിയ സെക്രട്ടറിമാരെ മാത്രമേ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഏരിയ സെക്രട്ടറിമാരുടെ എണ്ണം ജില്ലാ കമ്മിറ്റിയിൽ വർദ്ധിപ്പിക്കണമെന്ന അതിന്റെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രനെയും മാരാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അവസാന നിമിഷം വരെയും കായംകുളത്ത് നിന്ന് നിലവിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്. അത് ജനതാദളിൽ നിന്നും CPM-ലേക്ക് എത്തിയ ഷേഖ് പി ഹാരിസ് ആണ്. പക്ഷേ ഒരാളെ കൂടി നിലവിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷായെ അവസാന നിമിഷം വരെയും ജില്ലാ സെക്രട്ടേറിയറ്റിന് മുൻപ്, ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന് മുൻപ് അബിൻ ഷായെ ജില്ലാ കമ്മിറ്റിയിൽ വരുമെന്ന വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ അവസാന നിമിഷം അബിൻ ഷായ്ക്ക് പകരം യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു യു പ്രതിഭയെ കൂടി ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന തീരുമാനം അനുസരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരത്തിലുള്ള തീരുമാനം സമ്മേളനത്തിൽ വെച്ചത്. സമ്മേളനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. 4 പേരെ ഉൾപ്പെടുത്തുകയും ഒപ്പം തന്നെ 5 പേരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. 47 പേരായിരുന്നു നേരത്തെ ജില്ലാ കമ്മിറ്റിയിലുള്ളത്. അതിൽ 5 പേരെ ഒഴിവാക്കി പകരം 4 പേരെ കൊണ്ടുവന്ന് 46 അംഗ ജില്ലാ കമ്മിറ്റി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒഴിവാക്കിയതിൽ ഒരാൾ CPM-ന്റെ മുതിർന്ന നേതാവ് ശിവദാസനാണ്. ശിവദാസനെ പ്രായപരിധിയാകുന്നതിന് മുൻപ് ഒഴിവാക്കിയത് നേരത്തെ പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി നേരത്തെ തന്നെ ഈ വിഷയം പരിശോധിച്ചിരുന്നു. ഇപ്പോൾ പാർട്ടിയിലേക്ക് എത്തിയ ഷേഖ് പി ഹാരിസ് അടക്കം ശിവദാസിനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ വലിയ നേതൃത്വം നൽകുന്ന ശിവദാസനാണെന്ന തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസനെ 5 പേര് ഒഴിവാക്കിയത് കൂട്ടത്തിൽ ശിവദാസനെ കൂടി ഒഴിവാക്കി. ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനമാണ്. ജി സുധാകരനെ ക്ഷമിച്ചിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ ജി സുധാകരൻ പങ്കെടുക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. ഉന്മേഷ്, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.